ഹായ്! നമുക്ക് വീട്ടിൽ തന്നെ ഒരു ജേർണൽ ഉണ്ടാക്കിയെടുത്താലോ? സിമ്പിളായിട്ട്. ഓക്കെ. കുറച്ച് A4 എടുക്കുക. എല്ലാം ഒന്ന് നടുമടക്കി കൊടുക്കുന്നുണ്ട്. നടുമടക്കിയിട്ട് അതിന്റെ അറ്റമെല്ലാം കീറിയെടുക്കണം. ഒരു വിന്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എല്ലാത്തിന്റെ അറ്റവും കീറിയെടുക്കുക. ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് പേപ്പർ വെച്ചാൽ വൃത്തിക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പേപ്പർ ആക്കിയിട്ട് നടുമടക്കി കീറി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ A4ലും നമ്മൾ എന്ത് ചെയ്യുക? ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു വിന്റേജ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓരോ പേപ്പറും ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊടുത്ത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 6 എണ്ണം എല്ലാം വെച്ച് തുന്നാൻ പാകത്തിന് വേണ്ടിയിട്ട് 6 എണ്ണം വെച്ചിട്ട് ഞാൻ 6 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. 6 എണ്ണം വെച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. തുന്നാൻ വേണ്ടിയിട്ട് വേണ്ട സ്ഥലങ്ങളിൽ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് അവിടെല്ലാം ഹോൾസ് ആദ്യം ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ തുന്നാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ കട്ടിയുള്ള നൂലാണ് എടുത്തത് പെട്ടെന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പേപ്പറിന്റെ അതേ സൈസിൽ 2 ചട്ട വെട്ടിയെടുക്കുക. അതിന് നടുവിൽ ഒരു പീസ് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പശയെല്ലാം തേച്ച് നിങ്ങൾക്ക് വേണ്ട പേപ്പർ വേണമെങ്കിൽ പേപ്പർ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തുണിയാണ്. ആ തുണി നമുക്ക് വെട്ടി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗം യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം തുണി ആയതുകൊണ്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നമ്മുടെ സാധാ ഫെവിക്കോൾ ആണ്. ഒന്ന് സ്റ്റോൺ എല്ലാം ഒട്ടിക്കുന്ന ഒരു പശയാണ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെനിമിന്റെ ജീനിന്റെ ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് വെട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ജീനിന്റെ ക്ലോത്ത് തന്നെ ആവണമെന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലേസ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ആ ഡെനിമിന്റെ സെയിം ക്ലോത്ത് മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ള അത്ര വലിയ പീസല്ല, കുറച്ച് ചെറിയ പീസാണ്. അത് കഴിഞ്ഞ് ഞാൻ അതിന് മുകളിലൂടെ ഒരു വൈറ്റ് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മുകളിലും അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് പേര് എഴുതാനൊക്കെ പറ്റിയ ഒരു സ്ഥലം അതിൽ കണ്ടെത്താം. അതിലൊരു സ്ക്വയറിലോ റെക്റ്റാങ്കിളിലോ നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രോഷേ ചെയ്തിട്ട് ഒരു നൂല് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ജേർണലിനൊരു ലോക്ക് പോലെയാണ് ഈ ഒരു നൂല് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ജേർണൽ കവർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ക്രോഷേ അവിടെ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പേപ്പർ വെച്ച് ഒട്ടിച്ച് അത് പുറത്ത് വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. എന്നിട്ട് ഒരു പീസ് പേപ്പർ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ കവർ ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുക? നമ്മളെ ജേർണൽ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല പശ വെച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് ജേർണലിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ചട്ടയോട് കൂട്ടി ഒട്ടിക്കുക. ഇങ്ങനെ ഇത്രയാണ് നമ്മളെ ഈ ഒരു ജേർണലിന്റെ വർക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ലോക്കൊക്കെ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ജേർണലൊക്കെ ചെയ്യുന്നവർക്ക് പുറത്തു നിന്ന് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് തുറന്നു നോക്കിയാലോ? നല്ല രസമില്ലേ? വിന്റേജ് ലുക്കിലുള്ള വിന്റേജ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ജേർണൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഈ വിന്റേജ് ജേർണൽ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.